നമസ്കാരം. നാളെ ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അഥവാ രാശി പ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾക്ക്, രാശിക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ആദ്യത്തെ രാശി മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. പ്രധാനമായും പല കാര്യങ്ങളും ഭംഗിയായി നടത്തുവാൻ സാധിക്കുന്ന, ഏകോപിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറും. ഒപ്പമുള്ളവരോടും സൗഹാർദ്ദത്തോടെ പെരുമാറുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. പല സാങ്കേതികമായ അറിവുകളും നേടുവാൻ സാധിച്ചു എന്ന് വരും. ജോലിഭാരം അല്പം വർദ്ധിക്കും എങ്കിലും അലോസരം ഉണ്ടാകണം എന്നില്ല. വായ്പാ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില സഹായങ്ങൾ ലഭിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് ചേരാനുള്ള സാധ്യതകളുണ്ട്. ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമാകാം. താൽക്കാലികമായ ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. ചില കാര്യങ്ങളിൽ പിരിമുറുക്കം സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില അവസരങ്ങളിൽ സംസാരിക്കുമ്പോൾ അത് പരുഷമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതായ ദിവസം കൂടിയാകുന്നു. ചുമതലകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ആശയവിനിമയശേഷി പ്രയോജനം ചെയ്യുന്നതുമാണ്. പലരെയും ആകർഷിക്കുവാൻ, ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും പദ്ധതികൾ തയ്യാറാക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്യാം. അല്പം അലച്ചിൽ ഉണ്ടാകാവുന്ന ദിവസം തന്നെയാണ്. വരവുണ്ടാകും എങ്കിലും ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിൽ വിജയം കാണും. കൂട്ടുകച്ചവടം, വ്യാപാരവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാവുന്നതാണ്. ചെറിയ ജോലികൾ പോലും ലഭിക്കാവുന്ന ദിവസങ്ങളാണ്. കലാപ്രവർത്തകർക്കും അനുകൂലമായ അവസരങ്ങൾ, ധനനേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലും സുഖാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ നെയ്വിളക്ക് തെളിയിച്ച് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും സവിശേഷമായ ഫലങ്ങൾ നൽകും. സാധിക്കുമെങ്കിൽ ഫലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പായസമാണ് എങ്കിലും മധുര പലഹാരങ്ങളാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം പുഷ്ടിപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പരസ്യ തന്ത്രങ്ങൾ പല കാര്യങ്ങളിലും വിജയം കാണുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കിട മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും പിന്മാറാത്തതായ ഒരു സാഹചര്യം വന്ന് ചേരാവുന്നതുമാണ്. പദവികൾ പല കാര്യങ്ങളിലും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിലപാടുകളിൽ അല്ലെങ്കിൽ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു സമയം തന്നെയാകുന്നു. കൂട്ടുകെട്ടുകളിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ജാഗ്രത ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. വ്യവഹാരങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഈ സമയം ഉത്തമം. പല കാര്യങ്ങളിലും അനുമതി രേഖകൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മറ്റനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
ശുഭാരംഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ അത്തരം ചില സൂചനകൾ ലഭിക്കാം. ചില കാര്യങ്ങളിൽ ആലസ്യത്തിന് സാധ്യത കാണുന്നുമുണ്ട്. പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കാം. പ്രതിയോഗികളെ തമസ്കരിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വസ്ഥത ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ലഭിക്കണം എന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം, സമാധാനം വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ആലസ്യം ഉപേക്ഷിച്ച് കൂടുതൽ കർമ്മനിരതരാകേണ്ടതും അനിവാര്യം തന്നെയാക്കുന്നു. തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും അകലുവാനുള്ള സാധ്യത ഉണ്ട്. പല വ്യക്തികളെയും നിങ്ങൾക്ക് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വൈകാരികമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ജീവിതശൈലി അല്പം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവിൽ ഇന്നേ ദിവസം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ദേവിക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഫലവർഗങ്ങൾ, മധുരപലഹാരങ്ങൾ, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും മഹാലക്ഷ്മി പ്രീതി വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാരാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില കാര്യങ്ങളിൽ കയ്പ് രസങ്ങളും അനുഭവിക്കേണ്ടതായി വരാം. തൊഴിൽ രംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും. മേലധികാരികളുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വിജയത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാം. പല പ്രയാസങ്ങളെയും മറികടക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ആദായം വർദ്ധിക്കും എങ്കിലും ചെലവുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും ഉത്കണ്ഠ വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. സ്വസ്ഥത പല കാര്യങ്ങളിലും കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ശുഭഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന സമയം കൂടിയാകുന്നു. ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്നതായ സമയമാണ്. നറുക്കെടുപ്പിലും ചിട്ടിയിലും ഊഹ കച്ചവടങ്ങളിലും അല്പം വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. പ്രവൃത്തിയിൽ ഏകാഗ്രത പുലർത്തുവാൻ സാധിക്കും. തടസ്സ സാധ്യതകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സാമ്പത്തിക പിരിമുറുക്കങ്ങൾക്ക് അയവുണ്ടാകുന്നതായ സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം പിതാവിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും പല വിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരാം. ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. നല്ല ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായ ദിവസം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ചില വ്യക്തികളുമായി തർക്കത്തിൽ ഏർപ്പെടുക, വാക്കുകൾ പരുഷമായി തീരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ മനസന്തോഷത്തിന് സഹായകരമായ ചില പ്രവൃത്തികളും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കാവുന്ന ഒരു ദിവസമായി തന്നെ മാറാം. എന്നാൽ ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് മധുരപലഹാരങ്ങൾ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിനാൽ ഈ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും ധന നേട്ടങ്ങൾക്കുള്ള ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കുടുംബസൗഖ്യം, സുഹൃത്തുക്കളുടെ പിന്തുണ, ശ്രേയസ് തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സൽഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം. ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചില പദവികൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. കാര്യസിദ്ധി വന്ന് ചേരാവുന്ന ദിവസം തന്നെയാകുന്നു. മനസ്സിന്റെ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സ്ഥാനലബ്ധി, ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ക്രയവിക്രയങ്ങളിൽ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതുമാണ്. പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ ആലസ്യം നീങ്ങി പ്രവർത്തന സജ്ജമാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും. സാമാന്യമായ പുരോഗതി വ്യാപാര കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിച്ചതായ സഹായധനം സിദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചികിത്സയ്ക്ക് തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു ദിവസമായി തന്നെ മാറാം. എന്നാൽ ചില അനാവശ്യമായ നിർബന്ധ ബുദ്ധി ശത്രുക്കളെ സൃഷ്ടിക്കുക, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഉന്നതരുടെ പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ദൗത്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും അകമഴിഞ്ഞ പിന്തുണ വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതും ദേവിക്ക് ഫലവർഗ്ഗങ്ങൾ, പായസം, മധുരപലഹാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭമായി ഭവിക്കും. സാധിക്കുന്നില്ല എങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച് ദേവിയെ ആരാധിക്കുക. ഇന്നേ ദിവസം ദേവിയെ വിളക്ക് തെളിയിച്ച്, പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഇരട്ടി ഫലം നൽകുന്നതിന് സഹായകരമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം ഈ നാളുകാർ മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ എല്ലാ നക്ഷത്രക്കാരും എല്ലാ വ്യക്തികളും മഹാലക്ഷ്മി ദേവിയെ ഇപ്രകാരം ആരാധിക്കുന്നത് അത് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും.